السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിൽ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ നാഥ. എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ. എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് കൊണ്ട് എല്ലാവർക്കും നീ വിജയം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും നമ്മളെ മജ്ലിസ് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മടിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വൈലാ ഹദ്റത്തി സയ്യിദിനാ വഹബീബിനാ വമുൻജീനാ വമുർശിദിനാ വഹാദീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. വഇലാ ഹദ്റത്തി അജ്മീർ ഖാജ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. വഇലാ ഹദ്റത്തി സിയം വലില്ലാഹിൽ മദബൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. وإلى حضرة خضر عليه السلام. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഓതാൻ പോകുന്ന ഫാത്തിഹ, നമ്മൾ ഇന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ്. വീട്ടിൽ ചെന്നാൽ ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയില്ലാത്ത ആളുകളുണ്ട്, ഉപ്പ എന്ന് വിളിക്കാൻ ആളില്ലാത്ത ആളുകളുണ്ട്. പലരുടെയും ഭർത്താക്കന്മാര് ഖബറിലാണ്, മക്കള് ഖബറിലാണ്, ഉറ്റവര്, ഉടയവര്, ജ്യേഷ്ഠൻ, അനിയന്മാര്, ബന്ധപ്പെട്ട ആളുകൾ, അയൽവാസികളൊക്കെ ഖബറിലാണ്. നമ്മൾ മജ്ലിസ് കാണുന്ന ഒരുപാട് ആളുകൾ കുറച്ചു മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, എല്ലാവരുടെ ഖബറും നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ. ഖബറിൽ റാഹത്ത് നൽകണേ അല്ലാ. അവർക്ക് വേണ്ടി നമ്മൾക്ക് ഒരു ഫാത്തിഹ ഓതാം. വൈലാ ഹദ്റത്തി മമ്മാതു മിന്നാ. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. നമ്മൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ മിസ്ൽ സവാബിനെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ കുടുംബങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് എത്തിക്കണേ റബ്ബേ. അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സന്തോഷത്തിലാക്കണേ അല്ലാ. അവരുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ
ഓതാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് നൽകല്ല, മുത്തുനബിയുടെ ബറക്കത്ത് നൽകല്ല, CM വലിയുള്ളാഹി തങ്ങളെ ബറക്കത്ത് നൽകല്ല, അജ്മീർ ഖാജ തങ്ങളെ ബറക്കത്ത് നൽകല്ല, ഖദർ അലി ഇസ്ലാമിന്റെ ബറക്കത്ത് നൽകണേ അല്ലാ, ജീവിത വിജയം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ 10 പ്രാവശ്യം സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ എന്റെ കൂടെ ചെല്ലുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. قبول ചെയ്യണേ റഹ്മാനേ, സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, മുത്തുനബിയുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയുടെ ബറക്കത്ത് നൽകണേ റഹ്മാനെ, അവിടുത്തെ മഹബ്ബത്ത് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ ഉണർവിൽ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയുടെ പാദം പറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് ഞങ്ങളെ കുടുംബങ്ങളിൽ നൽകണേ അല്ലാ, മക്കളിൽ നൽകണേ അല്ലാ, ജോലിയിൽ നൽകണേ അല്ലാ, സമ്പത്തിൽ നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്ക് പ്രത്യേകം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അല്പം തവസ്സുൽ ബൈത്ത് ചൊല്ലാം. എല്ലാവരും ആത്മാർത്ഥമായി എന്റെ കൂടെ ചൊല്ലുക, സർവ്വ പ്രയാസങ്ങളും മനസ്സിൽ കരുതുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണ റബ്ബന ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.
കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദിരീങ്ങളായി തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്തോ ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ നബി തങ്ങളായി തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിലും നബി തങ്ങളാൽ തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രഷറും പ്രമേഹം ഷുഗറും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്നു ദീർഘായുസ്സിനും നബി തങ്ങളാൽ തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും നബി തങ്ങളെ ബറകത്തിനാൽ റഹ്മത്ത് തായ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖബറിൽ വസിക്കും ഞങ്ങളെ പ്രിയ ഉറ്റ ഉടയോർ കുല്ലിലും നബി തങ്ങളെ ബറകത്തിനാൽ റഹ്മത്ത് തായ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം ബബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ലഹീനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭൂമി മീതെ പാപിയായി വാണിടുന്ന ഞങ്ങളെ ശൈഖുന മടവൂരിനാലെ കാവലേക് റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാഹിറും ബാത്തിനായ രോഗമീന്ന് ഞങ്ങളെ ശൈഖുന മടവൂരിനാലെ കാവലേക് റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ചൊല്ലിയ തവസ്സുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ലാഹ്. ഉള്ള ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. കടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവർക്ക് വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ ടെൻഷൻ അകറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ വിഷമങ്ങൾ അകറ്റി
തരണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഈ മജ്ലിസ് എന്നും കാണുന്നവരെ നീ സ്വീകരിക്കണേ അല്ലാ, അവരെ സർവ്വ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്നവര്, ഈ മജ്ലിസിൽ ആമീൻ പറയുന്നവര്, തവസ്സുൽ ബൈത്ത് ദിക്ർ ചൊല്ലുന്നവരുടെ മുഴുവൻ ഉദ്ദേശങ്ങളും നിനക്കറിയാമല്ലോ. ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന അതിമഹത്തായ ദിക്റാണ്. എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ലാ ഹൗല എന്ന് പറയുന്ന ദിക്ർ എല്ലാ ദിവസവും നമ്മോട് ചൊല്ലാൻ മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുണ്ട്, ഹബീബായ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്രയും നമ്മുടെ ജീവിതത്തിൽ ഫലം ലഭിക്കുന്ന, ഉപകാരം ലഭിക്കുന്ന ഒരു ദിക്റാണ് ലാ ഹൗല. രോഗത്തിന് ശിഫയാണ്, ദാരിദ്ര്യത്തിന് ശിഫയാണ്, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ നല്ലതാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 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 ഖബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ലാ ഹൗലയുടെ ബർക്കത്ത് കൊണ്ട് രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ആയിരാരോഗ്യം നൽകണേ അല്ലാഹ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അതിന് ഈ മജ്ലിസിൽ ചൊല്ലിയ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ കാരണമാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന അതിമഹത്തായ ദിക്റാണ്. എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. അതോടൊപ്പം തന്നെ നമ്മുടെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ ആരും മടിക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ മജ്ലിസിന്റെ ചുവട്ടിൽ ആമീൻ എന്ന് കമന്റ് എഴുതി വിടുക. ദുആ വസിയത്തൊക്കെ കമന്റിൽ എഴുതി വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. യാ ഫത്താഹു യാ അല്ലാഹ്, 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 യാ ഫത്താഹു യാ
الله يا فتاه يا 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 الله സ്വീകരിക്കണേ അല്ലാഹ് ഖബൂൽ ചെയ്യണേ അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് യാ ഫത്താഹ് എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാഹ് സന്തോഷത്തിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാഹ് ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാഹ് റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ഹാജത്തുകൾ നിറവേറ്റണേ റബ്ബേ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് യാ സലാം യാ അല്ലാഹ് എന്ന ഖൈറിന്റെ ഇസ്മാണ് നന്മയുടെ ഇസ്മാണ് എന്റെ പ്രിയമുള്ളവരെ ഈ ഇസ്മു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ അല്ലാഹുവിന്റെ കാവലുണ്ട് അല്ലാഹുവിന്റെ രക്ഷയുണ്ട് അല്ലാഹുവിന്റെ സംരക്ഷണമുണ്ട് മാറാവ്യാധി രോഗങ്ങൾ തൊട്ട് നമുക്ക് കാവൽ ലഭിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം അല്ലാഹു ഖൈറിന്റെ കവാടങ്ങൾ തുറക്കട്ടെ يا سلام يا الله 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 يا سلام يا
യാ അല്ലാ, യാ സലാമു യാ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ, നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ, നിന്റെ സഹായം നൽകണേ അല്ലാ, നിന്റെ കാവൽ നൽകണേ അല്ലാ, നിന്റെ റഹ്മത്ത് നൽകല്ലാ, നിന്റെ ബർക്കത്ത് നൽകണേ അല്ലാ, നിന്റെ സന്തോഷം നൽകണേ അല്ലാ, നിന്റെ അനുഗ്രഹം നൽകണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ ഹാജത്തുകൾ നിറവേറ്റണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് യാ മുഗ്നി യാ അല്ലാഹ് എന്ന അത്ഭുതകരമായ ഇസ്മാണ്. യാ മുഗ്നി യാ അല്ലാഹ് എന്ന ഇസ്മ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും, കടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. യാ മുഗ്നി യാ അല്ലാഹ്, 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 യാ മുഗ്നി യാ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. യാ മുഗ്നി എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. കടത്തിന്റെ രക്ഷയിൽ നിന്ന് ഞങ്ങളെ അകപ്പെടുത്തണേ റഹ്മാനെ. കടം വാങ്ങി ജീവിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാഹ്. കടം വാങ്ങി ജീവിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. നിന്റെ ഖജനാവ് വലുതാണ്, എത്ര കൊടുത്താലും തീരാത്ത ഖജനാവിൽ നിന്ന് ഓശാരമായി നൽകണേ റബ്ബേ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ആ മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. പലിശയുമായി ബന്ധപ്പെടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നൽകല്ല റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചൊല്ലുന്നത് അസ്മാഉൽ ഹുസ്നയിൽ മറ്റൊരു ഇസ്മാണ്. ഏതാണ് ആ ഇസ്മ? യാ വഹാബു യാ അല്ലാഹ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഇസ്മാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. അള്ളാഹുവിന്റെ ഔദാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹു വല്ലാതെ നമ്മൾക്ക് ദാനം നൽകുമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. യാ വഹാബു യാ അല്ലാഹ്, 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 യാ വഹാബു യാ അല്ലാഹ്,
يا وهاب يا الله 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 സ്വീകരിക്കണേ അല്ലാഹ്. യാ വഹ്ഹാബ് എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. മക്കൾക്ക് നല്ല ജോലി നൽകല്ലാഹ്. ഭർത്താക്കന്മാർക്ക് നല്ല ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബങ്ങളുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ടെൻഷനുകൾ അകറ്റിത്തരണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ ഇസ്മിലെ യാ അല്ലാഹു യാ അല്ലാഹ് എന്ന അല്ലാഹ് എന്ന ഇസ്മാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. യാ അല്ലാഹു യാ അല്ലാഹ് 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 യാ അല്ലാഹു യാ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്, ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി
മാറ്റി തരണേ അല്ലാ. അല്ലാ എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ 5 വക്ത് നിസ്കരിക്കാനുള്ള ബറക്കത്ത് മനസ്സ് ഞങ്ങൾക്കും ഈ മജ്ലിസ് കാണുന്നവർക്കും ഞങ്ങളുടെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളെ മജ്ലിസിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് സഹോദരി സഹോദരന്മാരുണ്ട്. അവരെ പ്രത്യേകം പരിഗണിക്കണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് കമന്റിൽ എഴുതിവിട്ട ഒരുപാട് ഉമ്മമാര് അവരെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാ. അതിന് ഈ ഇസ്മി മജ്ലിസ് കാരണമാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. ആരും അതിന് മടി കാണിക്കരുത്. നിങ്ങൾ എല്ലാവരും നല്ല ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരും സഹോദരന്മാരുമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ മജ്ലിസ് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം. നമ്മളെ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരണം. അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. നിങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അജ്മീർ ഖാജ തങ്ങളെ ബറക്കത്ത് നിങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ. മുത്തുനബിയുടെ ബറക്കത്ത് നൽകട്ടെ. അള്ളാഹുവേ, അമ്പറങ്ങളുടെ ബദ്രീങ്ങളുടെ ഖദർ അലൈഹിസ്സലാമിന്റെ ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി തങ്ങളെ ബറക്കത്ത് ഈ മജ്ലിസിലുള്ളവർക്ക് നൽകണേ അല്ലാഹ്. അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. أرحم الراحمين آية പരമദയാലുവായ കരുണക്കടലായ രാജാതി രാജനായ റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളവിടെ ചൊല്ലിയതും കേട്ടതും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവര് ഒരുപാട് ആളുകൾ രോഗികളാണ്. ശിഫ നൽകണേ അല്ലാഹ്. ആയിരാരോഗ്യം നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ക്യാൻസർ ഉള്ള ആളുകൾ, ഷുഗർ ഉള്ള ആളുകൾ, പ്രഷർ ഉള്ള ആളുകൾ, പ്രമേഹമുള്ള ആളുകൾ, കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, ഗർഭാശയത്തിൽ മഴയുള്ള ആളുകൾ, വയറുവേദനയുള്ള ആളുകളുണ്ട് റബ്ബേ. അങ്ങനെ ഒരുപാട് സ്കാനിങ്ങിന്റെ റിസൾട്ട് കാത്തു നിൽക്കുന്ന ആളുകളുണ്ട് റഹ്മാനെ. തലച്ചോറിന് പ്രയാസമുള്ള ആളുകളുണ്ട്, വൃക്കക്ക് പ്രശ്നമുള്ള ആളുകൾ, കിഡ്നിക്ക് പ്രയാസമുള്ള ആളുകൾ, ഹോസ്പിറ്റലുള്ള ആളുകളുണ്ട് റബ്ബേ. പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഐരാരോഗ്യം കൊടുക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റഹ്മാനെ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ,
പടച്ചവനെ തമ്പുരാനെ രാജാതിരാജനായ അല്ലാ, എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫയാക്കണേ അല്ലാ, അതിന്റെ വേദനകൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ. സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഉസ്താദേ, ദിവസങ്ങളായി മാസങ്ങളോളമായി ശരിക്കൊന്നും ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവർക്കൊക്കെ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറക്കണേ റബ്ബേ. സമ്പത്തുണ്ടാക്കാനുള്ള നല്ല മാർഗങ്ങൾ കാണിച്ചു തരണേ റഹ്മാനെ. കടങ്ങൾ മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ വരുത്തല്ല അല്ലാ. കടം മേടിക്കാൻ വേണ്ടി ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. കടം മേടിക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. കടമുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ, തുറന്നു കൊടുക്കണേ റബ്ബേ. ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ലാ. ഉദ്ദേശിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. മക്കൾക്ക് പഠിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ജോലി അന്വേഷിച്ചുകൊണ്ട് നാടും വീടും മക്കളെയും കുടുംബങ്ങളെയും വിട്ടുകൊണ്ട് വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ജോലി ശരിയാവാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, കച്ചവടം ശരിയാവാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ലാ. സാലറിയിൽ വർധനവ് നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ അല്ലാ. കിട്ടാനുള്ള സാലറി എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള മനസ്സ് അവരുടെ മുതലാളിമാർക്ക് കഫീൽ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അർഹമുറാഹിമീനായ റബ്ബേ, വീടില്ലാതെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നല്ല വീട് കൊടുക്കല്ല, ഉദ്ദേശിച്ച വീട് കൊടുക്കണേ അല്ല. വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഉള്ള വീട്ടില് ഖൈറും ബറക്കത്തും സമാധാനവും നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ. വിവാഹ തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ. നല്ല ഇണകളെ ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാ. നല്ല ദാമ്പത്യ ജീവിതം ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളുടെ വിദ്യാഭ്യാസ ഉന്നത വിജയം നൽകണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ. ബുദ്ധി കൂർമ്മതയുള്ള മക്കളാക്കണേ അല്ലാ. തന്റെ ഇടമുള്ള മക്കളാക്കണേ അല്ലാ. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. മക്കളുടെ ദുസ്വഭാവങ്ങളെ തൊട്ട് മാതാപിതാക്കളെ കാക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. സ്നേഹമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. ഐക്യമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. പടച്ചവനെ, സിഹ്ർ കണ്ണേറുകളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും കാക്കണേ അല്ലാ. പൈശാചികമായ ശബ്ദങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നല്ല കാര്യങ്ങൾക്ക് പ്രചോദനം നൽകുന്ന മനസ്സിന്റെ ഉടമകളാക്കി ഞങ്ങളെ മാറ്റണേ റഹ്മാനെ. അർഹമുറാഹിമീനായ അല്ലാ, മുത്തുനബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. അവിടുത്തെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ പാത പിൻപറ്റി ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അവിടുത്തെ ബർക്കത്ത് നൽകണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ മജ്ലിസ് കാണുന്നവർക്ക് നൽകണേ അല്ലാ. ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ട് കാക്കല്ലാ. എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകല്ലാ. നിന്റെ സഹായം നൽകല്ലാ. നിന്റെ കാവല് നൽകല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഒരുപാട് കാലം രോഗശൈലിയിൽ കടന്നുകൊണ്ട് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും വരുത്തല്ല അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് നല്ല മരണം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഭാര്യ മക്കള്, കുടുംബക്കാര്, ജ്യേഷ്ഠന്മാര്, അവരുമായി ബന്ധപ്പെട്ടവര്, കുടുംബക്കാര്, ബന്ധുക്കാര്, അങ്ങനെ തുടങ്ങിയവര്, അയൽവാസികളുണ്ട് റബ്ബേ. വല്ലുമ്മമാര്, ഭക്ഷണം തന്നവര്, സ്നേഹിച്ചവര്, സഹായിച്ചവരുണ്ട്, കൂട്ടുകാരുണ്ട്, മുഅ്മിനീകളുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകണേ റഹ്മാനേ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നല്ല ദറജ നൽകണേ റഹ്മാനേ. ഈമാൻ നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. നരകത്തിന്റെ തീനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്. അർശിന്റെ തണൽ നൽകണേ അല്ലാഹ്. സിറാത്ത് പാലം ഇടിമിന്നലിന്റെ വേഗതയിൽ വിട്ടുകിടക്കാനുള്ള തൗഫീഖ് നൽകല്ലാ. മുത്തുനബിയെ കാണാൻ അവിടെ വെച്ച് റസൂലുള്ളാഹിന്റെ വിവാഹം കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ
إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.